എൻ്റെ ഈ വർഷത്തെ ഏറ്റവും സന്തോഷമുള്ള ദിവസം എൻ്റെ കല്യാണം നടന്ന ദിവസമാണ്. പക്ഷേ എൻ്റെ ഈ വർഷത്തെ ഏറ്റവും സെക്കൻഡ് സന്തോഷമുള്ള ദിവസം നിങ്ങളുടെ ഫിസിക്സ് പേപ്പർ കണ്ട ദിവസമാണ്. +2 ഫിസിക്സ് പേപ്പർ കണ്ട ദിവസമാണ്. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പണിയെടുത്ത അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നു. ഇത് ഞാൻ പറയുന്നത് എക്സാമിനറിന്റെ കൂടെ എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 2 20 hour ലൈവിൽ വന്ന് കുത്തിയിരുന്ന് പഠിച്ച കുട്ടികളുടെയാണ്. കാരണം ഇന്നത്തെ പേപ്പറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എഫേർട്ട് ചെയ്താൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അത് എപ്പോഴാണെങ്കിലും അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്ന കാര്യം. കാരണം വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. 10 hourന്റെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, പറ്റുന്നത്രയും നിങ്ങൾ ആ ലൈവ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും ലോവസ്റ്റ് മാർക്ക്, ഏറ്റവും ലോവസ്റ്റ് പെർസെൻറ്റേജ് 90% ആയിരിക്കും. ഏറ്റവും ലോസ്റ്റ് അതായിരിക്കും. ഓക്കെ, വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അതിന് ഒരു കാര്യം കൂടെ മക്കളെ, ഇനി അങ്ങോട്ട് എക്സാമിനർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങളുടെ ലൈഫിൽ +2 കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ ഒരു കാര്യമാണ് നമ്മുടെ നീറ്റ് ക്രാഷ് ബാച്ചും കീം ജെഇ ക്രാഷ് ബാച്ചും. അപ്പൊ ഈ പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഫോർ വൺ ലാസ്റ്റ് ടൈം എക്സാമിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കും. അതിനുശേഷം നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ബാച്ച്, ഈ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ച് എടുക്കുക. ബാച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ക്രാഷ് ബുക്കിന്റെ, അതായത് ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽസും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഓഫറും കൂടെ നിങ്ങൾ ഉപയോഗിക്കുക. 20th വരെ ഓഫറുള്ളൂ. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക ഈ പരീക്ഷകൾ എഴുതുന്നുണ്ടെങ്കിൽ. അതായിരിക്കും എക്സാമിനർക്ക് നിങ്ങളുടെ ലൈഫിൽ അവസാനം തരാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ. അതും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കീയിലേക്ക് അടക്കാം വിത്ത് പ്രൂഫ് കേട്ടോ. അപ്പൊ വെറുതെ അടിച്ചുവിടല്ല, നിങ്ങൾ നോക്കിക്കോളാ. ഈ 10 മണിക്കൂറൊക്കെ ഇരുന്നിൽ കാര്യം ഉണ്ടായി എന്നുള്ള കാര്യം വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചത്. പിന്നെ ഓൾറെഡി 10 മണിക്കൂർ നിങ്ങൾക്ക് അറിയാം എന്താണ് സംഭവം എന്നുള്ള കാര്യം. കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ കപ്പാസിറ്റർ ഇൻക്രീസസ് ആണ്. ഇത് എക്സ്പ്ലിസിറ്റ്ലി ഞാൻ എടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അവിടെ ചോദ്യം ഉത്തരവൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ഫെറോമാഗ്നറ്റിക് അല്ലാത്ത ഏതാണോ? വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന എക്സാമ്പിൾ ഫെറോമാഗ്നറ്റിക്കിനെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ 3 എക്സാമ്പിൾ പഠിച്ചു. ഡയാമാഗ്നറ്റിക് പഠിച്ചു, ബിസ്മത്ത് ഡയാമാഗ്നറ്റിക് എന്ന് പഠിച്ചു. അപ്പൊ ഫെറോമാഗ്നറ്റിക് അല്ലാത്ത ഏതാണോ? ബിസ്മത്ത് ആണ്. അടുത്തത് ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആട്ടോ. ഓക്കെ, ഡയറക്റ്റ് അല്ലാത്ത ഞാൻ ഡയറക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. ഡോണ്ട് വറി. ഐഡന്റിഫൈ ദ ബ്ലാ 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 ഡിസ്ട്രോയ് ക്യാൻസർ സെൽ. ഡിസ്ട്രോയ് ക്യാൻസർ സെൽ എടുത്ത് ചെയ്ത ചോദ്യമാണ്. ഗാമാ റേസ് ആണ്. ടിക്ക് അടിക്കുക, പോവുക. അടുത്ത ചോദ്യം. ഇത് സിമ്പിൾ ചോദ്യമായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈസി ആയിരുന്നു ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. സിമ്പിൾ ആണിത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടർപ്പൈൻറ്റൈൻ്റെ കൂടുതലാണ് പറയുന്നത്. അവിടെ കൂടിയ ആളിൽ നിന്ന് കുറഞ്ഞ ആളിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം നോർമൽ അല്ലേ? അപ്പൊ നോക്ക്, ടർപ്പൈൻറ്റൈന്ന് കുറഞ്ഞ വാട്ടറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം നോർമൽ ഈ ഒരു ഗ്രാഫ് മാത്രമേ ഉള്ളൂ. പിന്നെ എയർന്ന് വാട്ടറിലേക്ക് വരുമ്പോൾ എന്തായാലും ടുവേർഡ്സ് നോർമൽ അല്ലേ? സോ കറക്റ്റ് ഗ്രാഫ് ഇസ് 2. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. ഡയറക്റ്റ് കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ഫ്രം ക്ലാസ് ആണ് കേട്ടോ. The perpendicular distance of initially blah 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 from the center of the same സാധനമാണ് നമ്മൾ പഠിച്ചത്. ജസ്റ്റ് ഡെഫിനിഷൻ പഠിച്ചാൽ മതി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇമ്പാക്ട് പാരാമീറ്റർ ആണ് ആൻസർ. ഇത് മാത്രം സ്ലൈറ്റ്ലി ട്രിക്കി ആയിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താ, സർഫസ് ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇത് കുറച്ച് ട്രിക്കി ആയിരുന്നു. കാരണം റേഡിയസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്ന കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 4πr² ആണ്. സ്ഫെറിക്കൽ സർഫസ് ആയതുകൊണ്ട് ആറിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ r ഇട്ട് കൊടുക്കുക. നമ്മൾ r0 a⁻⁴ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ a⁻⁴ എന്താവും, a⁻²/3 ആവും. സോ a⁻²/3 ആണ് സർഫസ് ഏരിയ പ്രൊപ്പോർഷണൽ. ചില കുട്ടികൾ ചിലപ്പോൾ ഇത് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അത് തെറ്റാണ്. കാരണം അത് റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ഫ്രം ക്ലാസ് അല്ല, ഹാഫ് ഡയറക്റ്റ് ഫ്രം ക്ലാസ്സേ ഉള്ളൂ. ഫുള്ള് ഞാൻ പറയില്ല. ഇതൊക്കെ വെറും കോമഡി ചോദ്യമില്ലേ? പെന്റാവാലന്റ് ആണെങ്കിൽ പി ടൈപ്പ് ആണോ? പെന്റാവാലന്റ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് എൻ ടൈപ്പ് അല്ലേ? അപ്പൊ ഇത് തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. ഫോൾസ് അടിക്കുക, മുന്നോട്ട് പോവുക. Arrive at the expression for torque, the direct from class derivation. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോഴും കുറെ പേര് ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഇമ്പോർട്ടൻ്റ് ആണെന്ന്? ഓക്കെ, സ്റ്റേറ്റ് ലെൻസസിലോ ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. വെറുതെ കൊണ്ട് എഴുതി വെച്ചാൽ വേണം, ഇക്വേഷൻ കൂടെ എഴുതി വെച്ചുകൂടാ. ഇത് നമ്മൾ സിമിലർ ആയിട്ടുള്ള ചോദ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ എക്സാക്ട്ലി സെയിം ഒന്നും അല്ല. അപ്പൊ ആ ചോദ്യം ചെയ്തവർക്ക് ഇത് ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ബേസിക്കലി ആൻസർ എന്താണ്? ഇവിടെ നോർത്ത് പോൾ ആണ് വേണ്ടത് ഇതിന് റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നോർത്ത് പോൾ വരണമെങ്കിൽ ഈ രീതിയിൽ റൈറ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ ഈ രീതിയിൽ കറണ്ട് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണ് A പോസിറ്റീവും B നെഗറ്റീവ് ആണെങ്കിലാണ് ഇത് നടക്കുക. കുറച്ച് ട്രിക്കിയാണ്, മേ ബി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. എനർജി ലോസ് 4 പഠിപ്പിച്ചിട്ട് 4 പേരെങ്കിലും എഴുതി വെച്ചാൽ, ലിസ്റ്റ് എനി 4 എന്നല്ല, 4 പേര് എഴുതി വെച്ചാൽ ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡയറക്റ്റ് ഫ്രം ക്ലാസ് ഡെഫിനിഷൻ. ഗിവ് മാക്സ്വെൽസ് ആംബിയർസ് മോഡിഫൈഡ് ലോ. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. അടുത്ത ചോദ്യം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാര്യം പറയാം. ഇനി വരുന്ന എക്സാംസിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഓക്കെ,
കൊഹിറൻസ് സോഴ്സ് ഡയറക്റ്റ് ഫ്രം ക്ലാസ്, പാത്ത് ഡിഫറൻസ് രണ്ടിന്റെയും ഡയറക്റ്റ് ഫ്രം ക്ലാസ്. ഓക്കെ, ഇത് നിങ്ങൾ 2n-1 λ/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ n+12 λ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾ 2n+1 λ/2 λ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാം കറക്റ്റ് ആണ്. പറ്റുമെങ്കിൽ n-ന്റെ വാല്യൂം കൂടെ വേണമെങ്കിൽ എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സെയിം സാധനം. ഡീബ്രോയിസ് എക്സ്പ്ലനേഷൻ ഫോർ സെക്കൻഡിലോ ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്തപ്പോൾ എനിക്ക് എന്താണ് ഇടയ്ക്ക് സ്റ്റക്കൊക്കെ ആയിട്ട് നമുക്ക് ഓർമ്മല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളത് കമന്റ് ബോക്സിൽ കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. ഐസോടോപ്പിൽ അറ്റോമിക് നമ്പർ അഥവാ നമ്പർ ഓഫ് പ്രോട്ടോൺ സെയിം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മാസ് നമ്പർ എന്തായിരിക്കും? മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താ, മുകളിൽ നോക്ക്, മുകളിലെ സാധനമാണ് മാസ് നമ്പർ, ഡിഫറെന്റ് ആയിരിക്കും. ന്യൂട്രോൺ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അത് നേരെ പഠിച്ചു വെക്കുക. ഐസോട്ടോണൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആകെ ഡിഫറൻസ് അഥവാ ന്യൂട്രോൺ നമ്പർ മാത്രമേ സെയിം ഉണ്ടാവുള്ളൂ, മാസ് നമ്പറും മറ്റേ നമ്പർ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഇതൊക്കെ എക്സാമ്പിൾ നമ്മൾ ചെയ്താണ്. സെയിം ന്യൂട്രോൺസ് ആണ്, ഡിഫറെന്റ് പ്രോട്ടോൺസ് ആണ്. ഡയറക്റ്റ് ഫ്രം വെറുതെ കുത്തിയിരുന്നാൽ മതിയായിരുന്നു. സെയിം ന്യൂമറിക്കൽ 4 × 10⁻⁻⁹ 30 ഡിഗ്രി. ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കണ്ടിട്ടൊന്നുമല്ല, ഇത് ഏതൊരു ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. ഓക്കെ, അതിന് ആൻസർ 10⁻⁻4 ക്ലാസ്സിൽ ചെയ്ത സെയിം ചോദ്യമാണ്. വേറെന്താ? ടോർക്കിന്റെ മാക്സിമം വാല്യൂ ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ടോർക്കിന്റെ മാക്സിമം ഇതാ ഇവിടെ കിടപ്പുണ്ട്, θ 90 ഡിഗ്രി. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. സീരീസ് പാരലൽ രണ്ടിന്റെ ഡെറിവേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്, വേറെ ഒന്നല്ലല്ലോ. അറൈവ് വിത്ത് എക്സ്പ്രഷൻ രണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്, രണ്ടും വന്നു. ബാലൻസിങ് കണ്ടീഷൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡയറക്റ്റ് ഫ്രം ക്ലാസ്, വെറും കോമഡി. മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, ഡയറക്റ്റ് ഫ്രം ക്ലാസ്. ഇതൊക്കെ 10 hour ലൈവിന്റെ മാത്രമേ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ളൂ. ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും വെച്ചിട്ടില്ല. 10 hour വേണേ പോയി ചെക്ക് ചെയ്തോളാം. ഇതൊരു ഒന്നുമില്ല, വെറും കോമഡി ചോദ്യം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾ? മാഗ്നറ്റിക് മൊമെന്റ് മാഗ്നറ്റിക് മൊമെന്റ് പെർ വോളിയം, വോളിയം കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി, കാരണം ഡെൻസിറ്റി ഈക്വൽ മാസ് ബൈ വോളിയം. വോളിയം കണ്ടുപിടിക്കുക, കോണ്ടേ ഇവിടെ ഇട്ട് കൊടുക്കുക. മാഗ്നറ്റിക് മൊമെന്റ് തന്നില്ലേ, വെറുതെ ഇട്ട് കൊടുത്തിട്ട് വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പഠിച്ചില്ല ഒന്നും പറയരുത്. വെറും കോമഡി ഫോർമുല ഇട്ട് കൊടുത്തിട്ട് പരിപാടി തീർക്കായിരുന്നു. പിന്നെ ഓബ്വിയസ്ലി നിങ്ങൾ ഫോർമുല ഓർമ്മ ഉണ്ടാവണം, ഇതൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടാവണം, അത് വേറെ കാര്യം. ഓർമ്മയില്ല വിട്ടേക്കുക, വേറെ കാര്യം. അറൈവ് വിത്ത് സെൻസ് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ്, വെറും കോമഡി. ഡയറക്റ്റ് ഫ്രം ക്ലാസ്. അടുത്തത് എന്ത് സന്തോഷം അറിയിക്കുക. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതി വെക്കുക. ഡ്രോ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി. നമ്മൾ പഠിപ്പിച്ച ഗ്രാഫാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫ് ഈസിയാണ്. ഇനി ഞാൻ പറയാത്തൊരു കാര്യം, അതിന് ഞാൻ ഖേദിക്കുന്നു. h/e ആണ് ഇതിന്റെ സ്ലോപ്പ് എന്നുള്ള കാര്യം. അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ എൻ്റെ ക്ലാസ് 10 hour ഇരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഞാൻ ഐ എം വെരി സോറി ഫോർ ദാറ്റ് മിസ്റ്റേക്ക്. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല, അതായത് പഠിപ്പിച്ചില്ലാത്ത. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം, ഫുൾ വേവ് റെക്ടിഫയർ. ഇതൊക്കെ വരുന്നു പറഞ്ഞാലേ, ഒന്നെങ്കിൽ ഹാഫ് വേവ് അല്ലെ ഫുൾ വേവ്, എന്തായാലും വരുന്നു പറഞ്ഞല്ലേ. പഠിച്ചവർക്ക് അത് എഴുതി വെച്ച് ഇത് മൊത്തം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഹൗ ക്യാൻ വി ഗെറ്റ് DC സ്റ്റഡി ഔട്ട്പുട്ട് ഫ്രം ഫുൾ വേവ് റെക്ടിഫയർ? ദാ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കപ്പാസിറ്റർ പാരലൽ കണ്ടി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. അതാ സ്റ്റഡി ഔട്ട്പുട്ട് കിട്ടും. ഡയറക്റ്റ് ഫ്രം ക്ലാസ്, ഡയറക്റ്റ് ഫ്രം ക്ലാസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ ഡയറക്റ്റ് ഫ്രം ക്ലാസ്. റെഡ്യൂസ് ദ റിലേഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ആണ്, ഡയറക്റ്റ് ഫ്രം ക്ലാസ്. ഇതൊക്കെ പഠിപ്പിച്ചതാണേ. നെക്സ്റ്റ്, അറൈവ് വിത്ത് റിലേഷൻ കണക്റ്റിംഗ് ബ്ലാ 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 കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഡയറക്റ്റ് ഫ്രം ക്ലാസ്. അറൈവ് എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ ആണ്, ഡെറിവേഷൻ പഠിപ്പിച്ചു. അതിന്റെ വെറും സിമ്പിൾ ന്യൂമറിക്കലാണിത്. കുറെ സാധനങ്ങൾ തന്നിട്ട് ചോദിക്കുകയാണ് എന്താണ്, അപ്പൊ ഒന്നുമില്ല, I = വീണ ഉപയോഗിക്കുക. അപ്പൊ ഇതിൽ V എടുക്കുക, Vക്ക് എല്ലാം തന്നിട്ടുണ്ട്, നേരെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1.6 × 10⁻⁴ ആണ് ആൻസർ വരിക, മീറ്റർ/സെക്കൻഡ് ആണ് ആൻസർ വരിക. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ, അതിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. കോംപ്ലിക്കേഷൻ ഉള്ളതായി ഈ ചോദ്യമാണ്. പക്ഷെ അതിൽ ഫസ്റ്റ് പാർട്ടിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് നേരെ ഫ്രം ക്ലാസ് ആണ്. ഈ ന്യൂമറിക്കൽ മാത്രം എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ട്രിക്കി ആയിട്ടുണ്ടാവും. കാരണം അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ എയറിന്റെ എഴുതണം, μ0 n² AL. പിന്നെ നിങ്ങൾ അയേണിന്റെ എഴുതാം, അപ്പൊ μ0 ഒരു μ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി n² AL സെയിം ആണ്. അപ്പൊ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും L is proportional to μ എന്ന് എഴുതാം. അതായത് അയേണിന്റെ ബൈ എയറിന്റെ എന്തായിരിക്കും, μ/μ0 ആയിരിക്കും, വിച്ച് ഇസ് μr. അപ്പൊ ഈ μ/μ0 അല്ല സോറി L of iron by L of air എടുത്താൽ μ0 കിട്ടുമായിരുന്നു. അത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ μr = 375 എന്ന് കിട്ടും. പക്ഷെ ഇത് കുറച്ച് നിങ്ങൾക്ക് മാത്തമാറ്റിക്സും കോൺസെപ്റ്റ് ഒക്കെ അറിയുന്നവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ ഇത് ലീവ് ചെയ്തിട്ട് വേറെ ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ട് ഈ പ്രശ്നമൊന്നുമില്ല. വേറെ കാര്യം, സിമ്പിൾ മൈക്രോസ്കോപ്പ് കൺവേർജിംഗ് ആണ്, കാരണം കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് കൺവേർജിംഗ് ആണ് വേറെ ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. കോൺകേവ് ആണെന്ന് തോന്നുന്നു, കോൺകേവ് ഡൈവേർജിംഗ് ആണ് പഠിപ്പിച്ചിരിക്കുന്നു, കോൺവെക്സ് കൺവേർജിംഗ് ആണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവരുടോ. ഓക്കെ, അത് കാണുമ്പോൾ ആക്ച്വലി മനസ്സിലാവില്ല. ചിലർ ചോദിച്ചിട്ടുണ്ട് അത് ഡൈവേർജിംഗ് ആണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കണ്ടീഷനിൽ ഇത് ഡൈവേർജിംഗ് ആണ്. പക്ഷെ കോൺവെക്സ് ലെൻസ് കൺവേർജിംഗ് ആയതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ആൻസർ കൺവേർജിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഈ കുട്ടി ഡൈവേർജിംഗ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഡൈവേർജിംഗ് തോന്നും, പക്ഷേ കോൺവെക്സ് ലെൻസ് കൺവേർജിംഗ്. അപ്പോൾ ആൻസർ ഈസ് കൺവേർജിംഗ്, അതിലൊരു സംശയമില്ല കേട്ടോ, അതിൽ ആലോചിക്കുക പോലും വേണ്ട. ഓക്കെ, ബ്ലാ 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 ബ്ലാ.
ലീനിയർ മാഗ്നിഫിക്കേഷൻ ഫോർ ബ്ലാ 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 വെൻ ഇറ്റ് ഇസ് ഫോംഡ് അറ്റ് നിയർ പോയിന്റ് ഓഫ് വിഷൻ ഫുള്ള് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ഡെറിവേഷൻ വരെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പഠിച്ചു വെച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചു വെച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. അതേ സാധനം ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഒക്കെ തന്നെ കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഇതാണ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ, നമ്മൾ പഠിച്ച സാധനം തന്നെ. D/F ഇൻഫിനിറ്റി 2 ചോദിച്ചു, ഇന്നേ വരെ ഹിസ്റ്ററിയിൽ 2 ചോദിച്ചില്ല. പക്ഷെ നമ്മൾ അക്ഷർ പഠിപ്പിച്ചുകൊണ്ടാണോ 2 ചോദിച്ചത്? അല്ല, ഒരു പേപ്പർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഗോസസ് ലോ, ഡയറക്ട് ഫ്രം ക്ലാസ്, അതൊക്കെ ക്ലാസ്സിൽ ആവാതിരിക്കുമോ. ഷീറ്റ് ഇന്ത്യ ചോദിച്ചത് 3 പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒന്ന് വരുന്നു പറഞ്ഞു, ഷീറ്റിന്റെ വന്നു. ഇതൊന്നും ഇല്ലടോ, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 2 ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 2ന്റെ ഇടയിൽ 0 ആയിരിക്കും. എടാ അല്ല പോസിറ്റീവ് ചാർജ് 2 അടിച്ചാൽ 2 അങ്ങോട്ടും കൂടെ ഓപ്പോസിറ്റ് 0 ആക്കൂലേ. കോമഡി. ജസ്റ്റ് ബേസിക് നോളജ് ആണ്. സ്റ്റഡി ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ബൈ മൂവിംഗ് ഗേൾ ഗാൽവനോമീറ്റർ. ഞാൻ പഠിപ്പിച്ച ഡെറിവേഷൻ എഴുതുക, അവസാനം φ = പ്രൊപ്പോർഷണൽ ടു I എന്ന് എഴുതാൻ പഠിപ്പിച്ചില്ലേ, അതും ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. സ്ലൈഡ് ഞാൻ വെച്ചില്ല, സ്ലൈഡ് വെച്ചിട്ടുണ്ടോ? അതിൽ വെച്ചില്ല. അത് വരെ ചെയ്താൽ തീർന്നു. അതേ സെയിം സാധനം വെച്ചത്. Direct write the blah 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 current sensitivity and voltage sensitivity. Current sensitivity, voltage sensitivity. What happens to blah 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 number of current sensitivity number of turns. Da number of turns increase ചെയ്താൽ current sensitivity increase ചെയ്യുന്നു. എടുത്തെടുത്ത് പഠിപ്പിച്ചതാണ്, ഫുൾ സാധനം പഠിപ്പിച്ചതാണ്. അത് ഡയറക്റ്റ് അതേപോലെ തന്നെ ചോദിച്ചത്, അതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യനിലത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ ബ്ലാ 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 ബ്ലാ. ഡയറക്റ്റ് ഇംപിഡൻസിന്റെ ഡെറിവേഷൻ പഠിപ്പിച്ചു, അവിടുന്ന് റെസണൻസ് കണ്ടീഷൻ ഉണ്ടാക്കാനും പഠിപ്പിച്ചു. L(ω)1/c(ω) റെസണൻസ് ഫ്രീക്വൻസി ഉണ്ടാക്കാൻ എക്സാക്ട് സെയിം സാധനം. ഇതൊന്നുമില്ല, ഇതൊന്നും വെറുതെ, വെറും കോമഡിയാണ്, ഇതൊന്നും വെറുതെയാണ്. ഇത് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കേ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് സോഴ്സ് അറ്റ് വിച്ച് റെസണൻസ്. ഞാൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ചോദിച്ചാൽ റെസണൻസേ ഉള്ളൂ. അപ്പൊ ഒന്നുമില്ല, ഇതൊന്നും വെറുതെ തന്നിരിക്കുക. നമ്മൾ ക്ലാസ്സിൽ ചെയ്തപ്പോണ്ടില്ലേ, ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല, നമ്മൾ 6 പോലും ഉപയോഗിച്ചില്ല. ഇതാണ്ടോ നമ്മുടെ F0 അവിടെ പോയി. F0 1/, ഇവിടെ കാണുന്നുണ്ടോ എനിക്കറിയില്ല. F0 1/2π√LC ഉപയോഗിച്ചു. എത്ര ചോദ്യം ചെയ്തു, ഞാൻ പറഞ്ഞു ഇത് വരുന്നു, ഞാൻ പറഞ്ഞു എത്ര. അതുകൊണ്ട് ഞാൻ എത്ര എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു. ഒന്നുമില്ലായിരുന്നു, ആ ഫോർമുല ഇട്ട് കൊടുത്താൽ മതി. ആൻസർ വരിക F0 1/2π√LC. എല്ലും സി തന്നിട്ടുണ്ട്, എൽ ഇതാണ്, സി ഇതാണ്, ഇട്ട് കൊടുക്കുക. ആൻസർ വിൽ ബി 35.4 Hz കിട്ടും. ഓക്കെ, എത്രയോ ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലുള്ള ആൾക്കാർ. എത്രയോ ഞാൻ പറഞ്ഞു ഇത് വരും. ഒന്ന് ചിന്തിക്കേണ്ട, റെസണൻസ് ഫ്രീക്വൻസി ആണ്, ഈക്വേഷൻ എഴുതാൻ പരിപാടി തീർക്കാൻ ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും ആലോചിക്കുക പോലും വേണ്ട. അത് കേട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഡിറൈവ് എക്സ്പെറിൻഷ്യൽ ഫോർ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞതാണ്, പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, 10 hour ലൈവ് ക്ലാസ്സിൽ. സെയിം 20 സെന്റിമീറ്റർ 1.55 സെയിം. ആ സെയിം ആൻസർ ആണ് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ എഴുതുന്ന ആൻസർ, വിച്ച് ഇസ് R = 22 സെന്റിമീറ്റർ. സോ വൺസ് അഗൈൻ മക്കളെ, ഐ എം വെരി ഹാപ്പി. നമ്മൾ ഇട്ട പണി, അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ചവർക്ക് ആരും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാവില്ല. മിനിമം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 90% ആയിരിക്കും കാര്യം. ഒരു മടിയില്ലാതെ, ഒരു ശങ്ക പോലും ഇല്ലാതെ ഞാൻ പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് കഴിഞ്ഞ 10 hour ലൈവ് മാത്രമല്ല, മൊത്തത്തിൽ എക്സാമിനറിന്റെ കൂടെ എന്റെ കൂടെയുള്ള ജേർണി എങ്ങനെയായിരുന്നു ഇത്രയും നാളെന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹസ് കം ടു എൻ എൻഡ്. ഇത് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ ലൈഫിലും എല്ലാ രീതിയിലും നന്നായിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള കാര്യം എല്ലാ രീതിയിലും എൻ്റെ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വിഷ് ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ പോലെ തന്നെ, അവസാനമായിട്ട് എക്സാമിനർ നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുള്ളത് ഇതായിരിക്കും. വേണേൽ ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് പോയി എഴുതുക, എൻട്രൻസ് എക്സാം നന്നായിട്ട് എഴുതുക. ഒബ്വിയസ്ലി ഭയങ്കര മലമറിക്കാനുള്ള സമയമൊന്നുമില്ല, പക്ഷേ ചെയ്യേണ്ട കാര്യം എഫക്റ്റീവ്ലി അവിടെ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സസ് ഉണ്ടാവുന്നതായിരിക്കും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവുന്നതായിരിക്കും, പിന്നെ മെറ്റീരിയൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണുള്ളത്. മോക്ക് എക്സാം ക്വസ്റ്റൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അത്രയും നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അതിലൊരു സംശയമില്ല, അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഫിസിക്സ് എക്സാമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എൻ്റെ എന്തോ കഴിവ് കൊണ്ടോ ഒന്നും അല്ല ഇവിടെ നടന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം മീഡിയം ലെവലിൽ വന്നാൽ, ഒരു ഈസി മീഡിയം ലെവലിൽ വന്നു കഴിഞ്ഞാൽ 10 hour ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 90-95% ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ് നടന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഞാൻ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് പറഞ്ഞത് അല്ലേ. ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം ഈസിയോ മീഡിയോ വന്നാൽ എന്നാലേ അത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് പഠിച്ചാലേ കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിപ്പോൾ അലക്സാറ് കണ്ടില്ലേ 10 മണിക്കൂർ പഠിച്ച് കിട്ടി, ഇനിയുള്ള പരീക്ഷ അങ്ങനെ മതി, അതൊന്നും പണിയൊന്നും എടുക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. ഇതൊരു എക്സാം മാത്രമായിരുന്നു, ഒരു സാമ്പിൾ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ എക്സാമിൽ ഇങ്ങനെ സംഭവിക്കായിരുന്നു. എങ്ങനെ? അതായത് എക്സാം DC മീഡിയം അല്ലാതെ ഡിഫിക്കൽട്ട് ആയിട്ട് വരാമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആവുമായിരുന്നു. ദാറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റ് പോസിബിലിറ്റി. ഓക്കെ, അപ്പോഴും ഞാൻ വന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയും, കണ്ടോ 10 hour ഇത്ര വന്നു, ടോപ്പിൽ നിന്ന് ഇത്രയും വന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേനെ. ഇവിടെ അതിന് പറയേണ്ട ആവശ്യം വന്നില്ല, എല്ലാം 10 hour തന്നെയാണ് വന്നത്.
പക്ഷെ അതും ഒരു പോസിബിലിറ്റി ആയിരുന്നില്ല മനസ്സിലാക്കുക. ഇനി ഫിസിക്സിന് അത് ഭാഗ്യത്തിന് നടന്നില്ല, എല്ലാം 10 hour എന്നൊക്കെ വന്നു, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇനിയുള്ള എക്സാംസിലും അങ്ങനെ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ആവണമെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആയാൽ നല്ല കാര്യം, നല്ല കാര്യം, നമുക്ക് സമാധാനിക്കാം, ഓക്കെ, സന്തോഷിക്കാം. പക്ഷെ അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടി വേണം നിങ്ങൾ പ്രിപ്പയർഡ് ആവാൻ. ഓക്കെ, അപ്പൊ എപ്പോഴും ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്, പക്ഷെ പ്രിപ്പയർ ഫോർ ദി വേഴ്സ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒരു കാരണവശാലും ടെൻഷൻ അടിപ്പിക്കാൻ പറയല്ല. ആകെ ചെയ്യാൻ പാടില്ലാത്ത എന്താണ്, ഫിസിക്സ് എനിക്ക് ഈസി ആയിരുന്നു, ഞാൻ ഇത്രയൊക്കെ പണിയെടുത്തുള്ളൂ, അപ്പൊ ഇനിയും ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് പണി എടുക്കാതിരിക്കരുത്. ചിലപ്പോൾ മാത്സിലോ കെമിസ്ട്രിയിലോ ആയിരിക്കും പണി കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഒരിക്കലും ചാൻസ് കൊടുക്കരുത്. പണി എടുക്കേണ്ടത് ഏറ്റവും വേസ്റ്റ് എക്സാം ആയിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് വരിക എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പണിയെടുക്കാൻ പോകേണ്ടത്. ഏറ്റവും ഡിഫിക്കൽട്ട് എക്സാം, ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റൻസ് വരും എന്നുള്ള രീതിയിൽ പണിയെടുക്കുക. ഒബ്വിയസ്ലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പക്ഷെ ഞാൻ പണി എടുക്കണം, അത്രേ ഉള്ളൂ. പണിക്ക് കുറവ് വരുത്തരുത്, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു വാർണിംഗ് കൂടെ ഞാൻ തരുന്നു. ബാക്കി എല്ലായിടോ അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ടുണ്ട്. ഫോർ വൺ ലാസ്റ്റ് ടൈം, ബുദ്ധിമുട്ടില്ല, മുന്നോട്ട് പോകാം.